ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൊച്ചിയിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ വൈറ്റ്ലയിലേക്കാണ്. അവിടെ നിന്ന് നമ്മളൊരു വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഒരു ബലൂണൊക്കെ പോലത്തെ സംഭവം കൊണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഒരു ബലൂണിൻ്റെ ഒരു ടൈപ്പ് സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളിതാ വൈറ്റ്ലയിൽ എത്തി കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഞങ്ങൾ പക്ഷേ അതിൻ്റെ കുറച്ച് മുന്നേ ആണ് പാർക്ക് ചെയ്ത്. വൈറ്റ്ലേ ടെർമിനലിൽ തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ കാറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആമിക്ക് അറിയണ്ടായിരുന്നില്ല ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു വാട്ടർ മെട്രോയിലാണ്. അതിന് മുന്നേ അല്ലാതെ മെട്രോയിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് ഒന്നും ഒരുപാടില്ല കേട്ടോ. 40 രൂപയാണ് മിനിമം വരുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ കാക്കനാടേക്കാണ് എടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വൈറ്റ്ല ടു കാക്കനാടാണ് കേട്ടോ. ഇവിടുന്ന് ഹൈക്കോർട്ട് സൗത്ത് ചിറ്റൂരുണ്ട്, അതുപോലെ ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചി ഉണ്ട്, ഹൈക്കോർട്ട് വൈപ്പിൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഉള്ള റൂട്ടിലേക്കുള്ള വാട്ടർ മെട്രോ സർവീസും ഉണ്ട് കേട്ടോ. അതുകൂടാതെ പിന്നെ ഏലൂര്, അങ്ങനെ പിന്നെ ബോൾഗാട്ടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വൈറ്റ്ല ടു കാക്കനാടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ആ വീട്. അവർക്ക് അതിന്റെ വഴിയുണ്ടോ? വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. കാണാൻ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള നല്ല ഏരിയ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വൈറ്റ്ല കാക്കനാട് റൂട്ടാണ് ഇങ്ങനെ കുറച്ചുകൂടെ ഭംഗിയുള്ള, പ്രകൃതി ഭംഗിയൊക്കെ കുറച്ചുകൂടെ കൂടുതലുള്ള സ്ഥലം. ഒന്ന് ഇതിൻ്റെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പച്ചപ്പും ഒരു പ്രകൃതി അത്ര അടിപൊളിയായിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ കുഞ്ഞു പാലമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ആസ്വദിച്ച് ഈ AC കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് ഇത്രയും ഒരു ചെറിയ പൈസയ്ക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ സേഫായിട്ട് ഇരിക്കാനും പറ്റും. അവർക്ക് നന്നായിട്ട് പുറത്ത് നോക്കി എല്ലാം കാണാനും പറ്റുന്ന നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അത്. പോകുന്ന വഴിയിൽ നമുക്കിങ്ങനെ കുറേ പക്ഷികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നീർക്കാക്ക, പരുന്ത്, അങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ചെറിയ ചീനവലകളുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ കൊട്ടയിലിരുന്നിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടായി. അതുപോലെ അവരിങ്ങനെ ടെൻ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഏരിയയിൽ തന്നെ വീടൊക്കെ വെച്ച് താമസിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കാക്കനാട് എത്തി. ഇനി കാക്കനാട് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് സെയിം ബോട്ടിൽ തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്
ടെർമിനൽസിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് അതേ സെയിം ബോട്ടിൽ തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി തന്നെയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ ഒരു വലിയൊരു കോസ്റ്റ് ഇല്ലാത്ത എന്നാൽ കുട്ടികൾക്കും നമുക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. ഇവിടെ ടൂറിസ്റ്റ് അല്ലാതെ സാധാരണ ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഡെയിലി പോയി വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മളെപ്പോലെ അല്ലാതെ ജസ്റ്റ് ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് നന്നായിട്ട് സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇരിക്കാൻ നല്ല സ്പേസ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ഇതാ പോണ വഴിയിൽ വലിയൊരു ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിയ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വൈറ്റിലയിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഇതേപോലെയുള്ള ചെറിയ ബോട്ടുകളും എല്ലാം കണ്ടിട്ടുണ്ടായി. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.